ദക്ഷിണേന്ത്യയിലെ പുരാതന ശിലാനഗരമായ ഹംപിയിലൂടെയുള്ള എൻ്റെ യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപിയിലെ പ്രധാനപ്പെട്ട മേഖലയിലൊന്നായ റോയൽ സെൻട്രലിലെ സ്മാരകങ്ങളും ശ്രീ വിജയവതല ക്ഷേത്രവും കണ്ടതിനു ശേഷം വാടകയ്ക്കെടുത്ത സൈക്കിൾ തിരികെ നൽകി തൊട്ടടുത്തുള്ള ശ്രീ വീരൂപാക്ഷ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി പുറപ്പെട്ടു. ഹംപി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരമാണ് തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. കിഴക്കോട്ട് ദർശനമുള്ള 9 നിലകളുള്ള 160 അടി ഉയരമുള്ള മൺപ്രതിമകളാൽ സമൃദ്ധമായ ഈ കവാട ഗോപുരത്തിലൂടെയാണ് ക്ഷേത്ര സമുച്ചയത്തിന്റെ ആദ്യത്തെ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നത്. വൈകുന്നേരമായതിനാൽ ധാരാളം ഭക്തരും സഞ്ചാരികളും ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി വന്നിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൽ പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ അനുവാദമില്ലാത്തതിനാൽ തൊട്ടടുത്തുള്ള പാദരക്ഷാ കേന്ദ്രത്തിൽ 2 രൂപ നൽകി നിങ്ങളുടെ പാദരക്ഷകൾ സൂക്ഷിക്കാവുന്നതാണ്. AD 7-ാം നൂറ്റാണ്ടിൽ ശിവന്റെ അവതാരമായ വീരൂപാക്ഷന് സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ആരാധനാലയമായി തുടങ്ങിയ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളിലൂടെ നിരവധി ഉപ ആരാധനാലയങ്ങൾ, തൂണുകൾ, ഹാളുകൾ, മണ്ഡപങ്ങൾ, കൊടിമരങ്ങൾ, വിളക്കുകാലുകൾ, കവാട ഗോപുരങ്ങൾ, ഒരു വലിയ ക്ഷേത്ര അടുക്കള എന്നിവയുള്ള വിശാലമായ ഒരു സമുച്ചയമായി വികസിച്ചു. ഈ കവാട ഗോപുരത്തിലൂടെ ക്ഷേത്രമുറ്റത്ത് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി 3 തലയുള്ള അസാധാരണമായ നന്ദിയുടെ ഒരു പ്രതിമയും അതിന് തൊട്ടടുത്തായി ഹംപിയുടെ ഒരു വലിയ ഭൂപടവും കാണാവുന്നതാണ്. പ്രധാന കവാട ഗോപുരവും ക്ഷേത്രത്തിന്റെ പ്രധാന മണ്ഡപവും മറ്റു ചില നിർമ്മിതികളും കൃഷ്ണദേവരായർ തന്റെ സ്ഥാനാരോഹണത്തിന്റെ അടയാളമായി നിർമ്മിച്ചു നൽകിയതാണെന്ന് വിശദീകരിക്കുന്ന ശിലാഫലകം പ്രധാന കവാട ഗോപുരത്തിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം മുറ്റം മുഴുവൻ കരികിൽ പാളികൾ കൊണ്ട് പാകിയിട്ടുള്ളതിനാൽ അവ ചൂടാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി മുറ്റത്തിന് നടുവിലൂടെ നനഞ്ഞ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. ഈ മുറ്റത്ത് പ്രധാനമായും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ 100 കോളം ഹാളം എന്നറിയപ്പെടുന്ന 100ഓളം തൂണുകളോട് കൂടിയ ഒരു മണ്ഡപവും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കല്യാണ മണ്ഡപവും കിഴക്ക് വശത്ത് കവാട ഗോപുരത്തിനോട് ചേർന്ന് ഒരു ക്ഷേത്ര ഓഫീസും കൂടാതെ ഒരു പഴയ കിണർ, നന്ദിയുടെ ശില്പങ്ങൾ എന്നിവയുണ്ട്. ആദ്യത്തെ ക്ഷേത്രമുറ്റം കടന്ന് പ്രധാന ക്ഷേത്രമുറ്റത്തേക്ക് പോകുന്നത് മറ്റൊരു കവാട ഗോപുരത്തിനടിയിലൂടെയാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പാതയിലൂടെ നടന്ന് എത്തിച്ചേരുന്ന ക്ഷേത്രത്തിന്റെ ഇടതുവശത്തുള്ള ദീർഘചതുരാകൃതിയിലുള്ള മണ്ഡപത്തിലൂടെയാണ് ദർശനത്തിനായി പോകേണ്ടത്. ഈ മണ്ഡപത്തിന് പുറകിലായിട്ടൊരു ഗജശാലയുണ്ട്. അതിനുള്ളിൽ ലക്ഷ്മി എന്നു പേരുള്ള ഒരു ആനയുണ്ട്. സഞ്ചാരികൾക്കും ഭക്തർക്കും അനുഗ്രഹം നൽകുന്നതിനായി ആ ആന ചില സമയങ്ങളിൽ ഈ മണ്ഡപത്തിനരികെ വന്നു നിൽക്കും. 20 രൂപ നൽകിയാൽ നിങ്ങൾക്ക് ആന വരുന്നവരെ കാത്തു നിൽക്കാതെ ആനയുടെ അടുത്തേക്ക് പോകാവുന്നതാണ്. ചാലുക്യരുടെയും ഹൊയ്സലരുടെയും കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൽ ധാരാളം കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിലും വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ദേവരായ രണ്ടാമന്റെയും കൃഷ്ണദേവരായരെയും കാലഘട്ടത്തിലാണ് വിരൂപാക്ഷ ക്ഷേത്ര സമുച്ചയം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിച്ചത്. ഈ കാണുന്ന വാതിലിലൂടെയാണ് ദർശനത്തിനായി ശ്രീകോവിലേക്ക് പോകേണ്ടത്. പ്രവർത്തനക്ഷമമായ ഒരു ക്ഷേത്രമായതിനാൽ ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. ശ്രീകോവിലിന് മുന്നിലായിട്ടാണ് 1510 കൃഷ്ണദേവരായ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രധാന മണ്ഡപം അഥവാ രംഗമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ധാരാളം കൊത്തുപണികളോട് കൂടിയ തൂണുകളോട് കൂടിയാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 5 ഇടനാഴികളും 38 തൂണുകളുമുള്ള ഈ മണ്ഡപം വിവാഹം ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാംഗിരി ഗോപുരം എന്നറിയപ്പെടുന്ന ഈ കവാട ഗോപുരം ക്ഷേത്രക്കുളത്തിലേക്കും തുംഗഭദ്ര നദിക്കടവിലേക്കും നയിക്കുന്നു. കവാട ഗോപുരത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഇരുവശത്തായി ഉപദേവതകളുടെ ആരാധനാലയങ്ങളുണ്ട്. നദിക്കടവിലേക്ക് നയിക്കുന്ന ഈ നടപ്പാതയുടെ വലതുവശത്തായി മന്മഥകുളവും ഇടതുവശത്ത് നിരവധി ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്.
ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും മറ്റുമാണ് ഇപ്പോൾ ഈ കുളം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ പാതയിലൂടെ നടന്ന് തുംഗഭദ്ര നദിക്കടവിലെത്തിയാൽ അവിടെ നിന്നും കൊട്ടവഞ്ചിയിലോ ചെറിയ വഞ്ചികളിലോ ഹിപ്പി ഐലൻഡിൽ എത്തിച്ചേരാവുന്നതാണ്. സമയം ഒരുപാട് വൈകിയതിനാൽ ഞാൻ നദിക്കരയിലേക്ക് പോയില്ല. ക്ഷേത്രത്തിന്റെ പ്രധാന മുറ്റത്ത് മധ്യത്തിലായി 3 നന്ദികളുടെ പ്രതിമകളുള്ള ഒരു ചെറിയ മണ്ഡപം, ഒരു വിളക്കുമരം, ബലിപീഠങ്ങൾ, ഒരു കൊടിമരം എന്നിവയുണ്ട്. ക്ഷേത്ര സമുച്ചയം കണ്ട് തിരികെ പോകാനൊരുങ്ങിയപ്പോൾ ലക്ഷ്മി എന്ന ആനയെ കാണുന്നതിനായി ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടു. നൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഈ ക്ഷേത്രം ഹംപിയിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളൊന്നാണ്. ഇന്ന് വീരുഭാഷ ക്ഷേത്രം വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ നല്ലൊരു അസ്തമയം ആസ്വദിച്ചുകൊണ്ട് ഹംപിയിലെ സ്മാരകങ്ങളോടുള്ള എൻ്റെ യാത്രയുടെ ആദ്യ ദിനം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.